പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ യേശുവിൻ്റെ കൂട്ടായ്മയിലെ എല്ലാ പ്രിയ മക്കൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ ദൈവാനുഗ്രഹത്തിൻ്റെ ആശംസകൾ നേരുന്നു. അതിരാവിലെ തന്നെ ദൈവവചനം ശ്രവിക്കുകയും കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും ദൈവസന്നിധിയിൽ ആയിരിക്കുകയും ചെയ്യുന്ന നമ്മളെ ദൈവം ഇന്ന് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചനം ജോബിൻ്റെ പുസ്തകം 36 അധ്യായം 11 തിരുവചനം. അവർ അത് ശ്രവിക്കുകയും അവിടുത്തെ ശുശ്രൂഷിക്കുകയും ചെയ്താൽ അവരുടെ ദിനങ്ങൾ ഐശ്വര്യത്തിലും വത്സരങ്ങൾ ആനന്ദത്തിലും പൂർത്തിയാകും. സൃഷ്ടാവായ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ദൈവവചനം പറയുകയാണ്. ദൈവം പറയുന്നത് അല്ലെങ്കിൽ ദൈവവചനം ശ്രവിക്കുകയും ആ ദൈവത്തെ ശുശ്രൂഷിക്കാൻ താല്പര്യം കാണിക്കുകയും ചെയ്താൽ, ആ ദൈവത്തോടൊപ്പം നടക്കുവാൻ ആഗ്രഹിച്ചാൽ, എൻ്റെ എല്ലാ കുറവുകളും മാറ്റിവെച്ച് ഞാൻ എൻ്റെ ദൈവത്തോടൊപ്പമായിരിക്കും എന്ന് ആഗ്രഹിച്ചാൽ, അവരെ അവൻ്റെ ഓരോ ദിനങ്ങളും ഐശ്വര്യത്താലും ആയുസ് മുഴുവനും ആനന്ദത്തിലും പൂർത്തിയാക്കാൻ ദൈവം സഹായിക്കും. നിരാശയിൽ കഴിയുന്ന, എനിക്കൊന്നുമില്ലല്ലോ എന്ന് വിചാരിക്കുന്ന, എനിക്ക് ഭവനമില്ലല്ലോ, ഞാൻ രോഗിയാണല്ലോ, സമ്പത്തില്ലല്ലോ, ജോലിയില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് വിഷമിക്കുന്ന മക്കൾക്ക് ദൈവം കൊടുക്കുന്ന നീതിയുടെ വാഗ്ദാനമായി ദൈവവചനം ശ്രവിക്കുകയും ദൈവത്തെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ ഓരോ ദിവസവും ഐശ്വര്യം നിറഞ്ഞതായിരിക്കും. ഓരോ വർഷവും ആനന്ദം നിറഞ്ഞതായിരിക്കും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും ദൈവത്തിൻ്റെ നീതി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ മിഷൻ്റെ ഭാഗമായി ലോകത്തിലെ 800 കോടി മക്കളെയും യേശുവിൻ്റെ സുവിശേഷം ശ്രവിക്കുവാനും യേശുവിനെ രക്ഷകനെ നാഥനുമായി സ്വീകരിക്കുന്നതിനും വേണ്ടി യേശുവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരാം. അവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അവർക്കും ഈശോയുടെ വചനം സ്വീകരിക്കാനുള്ള കൃപ ലഭിക്കട്ടെ. ദൈവത്തിൻ്റെ ഈ വാഗ്ദാനം ആമേൻ ചൊല്ലി സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതവും ദൈവത്തെ ശുശ്രൂഷിക്കാനുള്ള ഒരവസരമായി മാറ്റാം. അങ്ങനെ ഐശ്വര്യവും ആനന്ദവും നിങ്ങളുടെ കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.